വീക്കെൻഡ്സ് കഴിഞ്ഞ് റുട്ടീനിലേക്ക് വരാൻ എനിക്ക് ഭയങ്കര മടുപ്പുള്ള കാര്യമാണ്. പക്ഷേ വീക്കെൻഡ്സിൽ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ എനിക്ക് അതിലും മടുപ്പുള്ള കാര്യമാണ് തിരിച്ച് ഡേ ടു ഡേ ലൈഫിലേക്ക് വരാൻ. ആക്റ്റീവ് വോൾക്കാനോസ് ഉള്ള ഒരു പ്ലേസാണ് ന്യൂസിലാൻഡ്. ഇത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഒരു കൗതുകം കൂടുതലായിരുന്നു കേട്ടോ. കാരണം ഈ ആക്റ്റീവ് വോൾക്കാനോസ് നമുക്ക് ലൈഫിൽ കാണാൻ പറ്റുക പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ അതൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ആൻഡ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഇതെല്ലാം ഭൂമിയുടെ അടിയിൽ തിളച്ചു മറിയാനും പുറത്തോട്ട് പുകയായിട്ടും ഈ മഡായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് തിളച്ചു മറിയുന്നതും കാണാൻ പറ്റും. എൻ്റെ എക്സ്പെക്റ്റേഷൻസിൻ്റെ അത്രയും വന്നില്ലെങ്കിലും ഭൂമിയുടെ ആ ചൂടെല്ലാം നമ്മൾ നേരിട്ട് അറിയാൻ പറ്റും. ഈ ഒരു പ്ലേസിൽ എനിക്ക് വേറൊരു പ്രത്യേകത തോന്നിയത്, ഇവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ചീഞ്ഞ മുട്ടയുടെ മണമായിരിക്കും ഈ ഒരു സ്ഥലത്തിന്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഇത് സംഭവിക്കുന്നത് ജിയോ തെർമൽ ആക്ടിവിറ്റി കാരണം ഹൈഡ്രോജൻ സൾഫൈഡ് ഗ്യാസ് റിലീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും ആ സ്മെല്ല് നമുക്ക് അധികം നേരം സഹിച്ച് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വേറൊരു പ്രത്യേകത ഉള്ളത്, ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്മെല്ലാണെങ്കിൽ നമ്മളിനി പോകാൻ പോകുന്ന ഏരിയകളിലൊക്കെ ഇതിൻ്റെ 3 ഇരട്ടിയായിരിക്കും സ്മെല്ലെന്നാണ് പറയുന്നത്. ആൻഡ് ന്യൂസിലാൻഡിൽ ഈ ഒരു സ്മെല്ല് നോർമൽ ആണെന്നാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാർ അതിനോട് ചേർന്ന് കഴിഞ്ഞു. ആൻഡ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളിനെ അട്രാക്റ്റ് ചെയ്യുന്ന പ്ലേസുകളിലെല്ലാം തന്നെ ഈ സ്മെല്ലുണ്ടാവും. ആൻഡ് നാച്ചുറൽ ബോയിലിംഗ് വാട്ടർ, അതായത് എർത്തിൻ്റെ ആ ജിയോ തെർമൽ ആക്ടിവിറ്റി കൊണ്ട് വെള്ളം തിളച്ചു മറിയുന്നത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇനി പോകുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന പ്ലേസുകളാണ്. ഞാൻ വിശ്വസിച്ചോളാം. അവിടെ ആ റേറ്റ് അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് എന്നെ കുഴിയിൽ ചാടിക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് തന്നെ മതി. പക്ഷെ അതൊരു നല്ല നമുക്ക് മലയാളീസിനെ എവിടെ തുടരുമെന്ന് പറയുന്ന അവിടെ തൊടാനൊരു ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലാണല്ലോ. എനിക്കത് ഉണ്ടായിരുന്നെങ്കിലും ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാനങ്ങനെ തൊട്ട് നോക്കില്ലായിരുന്നു. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇത് ഫസ്റ്റ് ടൈം കാണണമുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ തൊട്ട് നോക്കി. ആൻഡ് നമുക്ക് ആ ചൂട് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ്